കേറിവാടാ മക്കളയിൽ നാലാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ജഗദീഷ് ശ്രീകുമാർ ചെയ്ത കഥാപാത്രം തൻ്റെ മകനെ വിവാഹം കഴിപ്പിച്ച് നൽകുന്നതിനായി ലാലിനോട് ആവശ്യപ്പെടുന്ന സ്ത്രീധന തുക എത്രയാണ്? എ 10 ലക്ഷം, ബി 5 ലക്ഷം, സി 15 ലക്ഷം. എനിക്ക് ഡൗട്ടുണ്ട്. 5,000. 5 ഞാൻ എടുത്തു വെച്ച് പൂട്ടുന്നു. ഓക്കെ, ശരിയാ. കാരണം എനിക്ക് അത്രയും അങ്ങോട്ട് ഒരു എടുത്തയാട്ടം ആയിപ്പോയോ? ഇല്ല, ചേട്ടനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം തരാം. ചേട്ടാ, പക്ഷികളിൽ തത്തയ്ക്ക് മാത്രം പ്രത്യേകതയുള്ള ഒരു സാധനം എന്താ? തത്തയ്ക്ക് മാത്രം പ്രത്യേകതയുള്ള ചുണ്ട് തന്നെയാണ്. ചുണ്ടല്ല പക്ഷിക്ക്, ചുവന്ന ചുണ്ട്. ഒന്ന് ചുണ്ടുള്ള വേറെ പക്ഷിയുണ്ട്? ഇല്ല, ഉണ്ട്. ചുവന്ന ചുണ്ടുള്ള പക്ഷി വളരെ തത്തയ്ക്ക് മാത്രം പ്രത്യേകതയുള്ള ഒരു സാധനം. എങ്കിൽ ഞാൻ പറയാം. പറഞ്ഞാട്ടെ. തത്ത എന്ന പേര് തന്നെ. അതിന് മാത്രമേ ഉള്ളൂ. ഇത് പരസ്യമായിട്ട് പറയട്ടെ. നിങ്ങൾ ഈ സംഗീത പരിപാടി നടത്തുന്നതിൽ ഇതുപോലുള്ള പരിപാടികളില്ലേ, അതിനടുത്ത് അടിക്കാമായിരുന്നു. സോ നാലാമത്തെ ചോദ്യം ചേട്ടൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നത് ബി 5 ലക്ഷം രൂപയാണ്. ഉത്തരം ശരിയാണോ? അതാണ് എനിക്ക് ഡൗട്ട്. എന്നാലും അവന് വഴിയുള്ളൂ. കാരണം ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്. 2000 രൂപ വീണ്ടും സമ്മാന തുകയായി ലഭിച്ചിരിക്കുന്നു. ആകെ 8000 രൂപ ചേട്ടന്റെ അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞു. അതാണല്ലോ ഇതിന്റെ ഒരു ഏത് പറയണം. ഇത് മതി. കേറിവാടാ മക്കളയിൽ ഇതാ 5ാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ഹരികൃഷ്ണനെയും കൂട്ടി ഒളിച്ചോടി പോകാനായി ഗംഗ തീരുമാനിക്കുന്ന സ്ഥലം ഏതാണ്? എ ബാംഗ്ലൂർ, ബി ബോംബെ, സി മംഗലാപുരം. സാധാരണ ഒളിച്ചോട്ടക്കാരൊക്കെ ബോംബെയിലാണ് ഇതൊക്കെ പോകുന്നത്. ഒരു വെറൈറ്റി ആയിട്ട് ഇരുന്നോട്ടെ. മംഗലാപുരം ആയാലും മംഗലാപുരം നല്ലതാണ്. മംഗലാപുരത്തിന്റെ അപ്പുറത്തല്ലേ മൂകാംബിക? അതെ, അപ്പൊ അവിടെയൊക്കെ പോകാൻ അവർക്ക്. അപ്പൊ മംഗലാപുരം. സി മംഗലാപുരം ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നു. മംഗലാപുരത്തിനൊരു പ്രത്യേകതയുണ്ട് ചേട്ടാ. ഈ ഒളിച്ചോടി പോകാനായി ഗംഗ തീരുമാനിക്കുന്ന സ്ഥലം ഏതാണെന്നല്ലേ? അതെ. എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ട്. ഞങ്ങൾ ചെങ്ങന്നൂര് ഒരു പിഴിച്ചിൽ കഴിഞ്ഞ് അവിടെ വിശ്രമിക്കുകയായിരുന്നു. ഞാനും അന്ന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, ലിവിങ് ടുഗദറാണ്. ഓ ശരി. അപ്പോൾ ദിലീപും മണ്ണാർക്കാട് ബേബി, അതായത് വനിതയുടെ മെയിൻ ആൾക്കാർ കാണാൻ വന്നു. അവർ പറഞ്ഞു, നല്ലൊരു ഇൻ്റർവ്യൂ തരികയാണെങ്കിൽ കവർ പേജിൽ നിങ്ങളുടെ ഒരു ഫോട്ടോ ഇടാം. അത് നിങ്ങളുടെ എന്നേ പറഞ്ഞുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെയാണോ? അതെ, ആരുടെ ആയാലും ഒരു ഫോട്ടോ ഇടാമെന്നു. അപ്പോൾ അന്നത്തെ ആ പ്രായത്തിൽ വെച്ചിട്ട് ഏകദേശം 36-37 വർഷമായി. ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ ഇൻ്റർവ്യൂ എടുത്തപ്പോഴത്തേക്ക് വിശാലമായിട്ട് അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. ഞങ്ങൾ വളരെ സത്യസന്ധമായിട്ട് മറുപടി പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് കോട്ടയത്ത് നിന്നും മാർട്ടിൻ പ്രാക്കാട്ട് ഞങ്ങളുടെ ഫോട്ടോസൊക്കെ എടുക്കുന്നു വനിതയിൽ. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞ് വന്ന് 1999 ഡിസംബർ 31 കഴിഞ്ഞ് 2000 ജനുവരി 1 ഇറങ്ങുന്ന വനിത, അതിനകത്ത് ഹെഡ്ലൈൻ MG ശ്രീകുമാർ വിവാഹിതനായി, ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫോട്ടോ. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ട് ഒളിച്ചോടും എന്നുള്ളതായി പ്രശ്നം. വീട്ടിലോട്ട് പോകാൻ പറ്റുമോ, എവിടെ പോകാൻ പറ്റുമോ? അങ്ങനെ ഞങ്ങൾ ആദ്യം പോയ സ്ഥലമാണ് മംഗലാപുരം. മംഗലാപുരത്ത് പോയിട്ട് അവിടുന്ന് കാറിൽ നേരെ മൂകാംബിയെ പോയി. ഞങ്ങളുടെ 1-2 ഫ്രണ്ട്സ് എല്ലാം വന്നിരുന്നു. വന്ന് അവിടെ അങ്ങ് രജിസ്റ്റർ ചെയ്തു. തൊഴുതിട്ട് അവിടെയാണ് ആദ്യം രജിസ്റ്റർ ചെയ്ത്, പിന്നെ ഇവിടെ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടും ചേട്ടൻ പറഞ്ഞ സി മംഗലാപുരം ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ് അഗൈൻ, യു ഗോട്ട് 2000 rupees. സോ 10,000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ്.